നമസ്കാരം, ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഫിറോസ്. പ്രധാന വാർത്തകൾ. എന്റെ കേരളം പരിപാടിയുടെ ഭാഗമായി വയോജനങ്ങൾക്കായി സംഘടിപ്പിച്ച സ്മൈൽ ദന്തൽ ക്ലിനിക്, വയോമിത്രം ക്ലിനിക് എന്നിവയുടെ ഉദ്ഘാടനം അമ്പലപ്പുഴ MLA H. സലാം നിർവഹിച്ചു. ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിയിൽ സംഘടിപ്പിച്ച ലോക മാതൃദിനാചരണ പരിപാടി ശ്രദ്ധേയമായി. ആശുപത്രിയുടെയും സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെയും സംയുക്താഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ആസ്വാദക മനസ്സിൽ ഒരേ സമയം ചിരിയും ചിന്തയും പടർത്തിയ മാടൻ മോക്ഷം നാടകം തിങ്ങി നിറഞ്ഞ സദസ്സിനെ കീഴടക്കി. ആലപ്പുഴ ബീച്ചിൽ നടക്കുന്ന എന്റെ കേരളം പ്രദർശന വിപണന മേളയുടെ ഭാഗമായിട്ടാണ് പ്രത്യേകം സജ്ജീകരിച്ച വേദിയിൽ നാടകം അരങ്ങേറിയത്. 4 ദിവസങ്ങളിലായി അമ്പലപ്പുഴയിൽ സംഘടിപ്പിച്ചു വന്നിരുന്ന കുഞ്ചൻ ദിനാചരണത്തിന് സമാപനമായി. അമ്പലപ്പുഴ MLA H. സലാം സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. വിവാഹിതരായ പെൺമക്കളെ മാതാപിതാക്കൾ ചേർത്ത് നിർത്തണമെന്ന് ദലീമ ജോജോ MLA. സ്ത്രീകളിൽ വർദ്ധിച്ചു വരുന്ന ആത്മഹത്യാ പ്രവണതയും പരിഹാര സാധ്യതകളും വിഷയത്തിൽ സംഘടിപ്പിച്ച സെമിനാറിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അവർ. വാർത്തകൾ വിശദമായി. എന്റെ കേരളം പരിപാടിയുടെ ഭാഗമായി വയോജനങ്ങൾക്കായി സംഘടിപ്പിച്ച സ്മൈൽ ദന്തൽ ക്ലിനിക്, വയോമിത്രം ക്ലിനിക് എന്നിവയുടെ ഉദ്ഘാടനം അമ്പലപ്പുഴ MLA H. സലാം നിർവഹിച്ചു. എന്റെ കേരളം പരിപാടിയുടെ ഭാഗമായി വയോജനങ്ങൾക്കായി സംഘടിപ്പിച്ച സ്മൈൽ ദന്തൽ ക്ലിനിക്, വയോമിത്രം ക്ലിനിക് എന്നിവയുടെ ഉദ്ഘാടനം അമ്പലപ്പുഴ MLA H. സലാം നിർവഹിച്ചു. വളരെ മാതൃകാപരമായൊരു സ്കീം അവർ തയ്യാറാക്കി. കാഴ്ച ഇല്ലാത്ത മനുഷ്യർ അവരുടെ ജീവിതം എങ്ങനെയാണ് എന്ന് കാഴ്ചയുള്ള മനുഷ്യരെ ബോധ്യപ്പെടുത്താൻ കഴിയുന്ന ഒരു പ്രത്യേകമായൊരു സ്റ്റാൾ തന്നെ അവർ തയ്യാറാക്കി. ഞാനും ബഹുമാനപ്പെട്ട ഉദ്ഘാടകരായ മന്ത്രിയും ആലപ്പുഴ MLA എല്ലാം അതിൽ കയറി നമ്മുടെ കണ്ണ് കെട്ടി അതിൻ്റെ ഉള്ളിലേക്ക് അടത്തിയിട്ട് സഹായികൾ ഉള്ളത് കൊണ്ടാണ് നമുക്ക് പോകാൻ പറ്റുന്നത്. അപ്പോൾ അവരുടെ സഹായത്തോടുകൂടി സഞ്ചരിക്കുമ്പോൾ ട്രെയിൻ വരുന്ന ശബ്ദം കേൾക്കാം, അതുപോലെ ഒരു ഗുഹയിൽ കയറുന്ന ശബ്ദം കേൾക്കാം. ഫ്രൂട്ട്സ് മറ്റുള്ളതെല്ലാം വെച്ച് നമ്മൾ കൈ കൊണ്ട് തൊട്ട് നോക്കിയിട്ട് തിരിച്ചറിയുന്നു. അപ്പോൾ നമ്മൾ കാഴ്ച ഉള്ളവരാണ്. നമ്മെ സംബന്ധിച്ച് അതിലുണ്ടായൊരു അനുഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ ചുറ്റും കാണുന്ന കാഴ്ചയില്ലാത്ത വയോജനങ്ങൾ ഉൾപ്പെടെ പ്രയാസം അനുഭവിക്കുന്ന മുഴുവൻ ജനവിഭാഗങ്ങളെയും ചേർത്ത് പിടിക്കുന്ന സർക്കാരിന്റെ നയപരമായ സമീപനങ്ങൾക്കനുസൃതമായാണ് ജില്ലയിലെ സാമൂഹ്യനീതി വകുപ്പിന്റെ പ്രവർത്തനമെന്ന് H. സലാം അഭിപ്രായപ്പെട്ടു. വയോജനങ്ങൾക്കായി സാമൂഹ്യനീതി വകുപ്പ് നടപ്പിലാക്കുന്ന മന്ദഹാസം, വയോരക്ഷ തുടങ്ങിയ പദ്ധതികൾക്ക് അനുവദിച്ച തുക അർഹരായ ഗുണഭോക്താക്കൾക്ക് പൂർണ്ണമായും നൽകിയത് മാതൃകാപരമാണെന്നും MLA കൂട്ടിച്ചേർത്തു. കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷന്റെയും ആലപ്പുഴ ഗവൺമെന്റ് ദന്തൽ കോളേജിന്റെയും സഹകരണത്തോടെ ആലപ്പുഴ ബീച്ചിന് സമീപം സംഘടിപ്പിച്ച പരിപാടിയിൽ ജില്ലാ നിയമസേവന അതോറിറ്റി സെക്രട്ടറിയും സബ് ജഡ്ജുമായ പ്രമോദ് മുരളി അധ്യക്ഷനായി. ജില്ലാ സാമൂഹ്യനീതി ഓഫീസർ AO അബിൻ, നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷൻ നസീർ പുന്നക്കൽ, KSM കോർഡിനേറ്റർ ഷിനോജ് എബ്രഹാം, ഗവൺമെന്റ് ദന്തൽ കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ അമല എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിയിൽ സംഘടിപ്പിച്ച ലോക മാതൃദിനാചരണ പരിപാടി ശ്രദ്ധേയമായി. ആശുപത്രിയുടെയും സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെയും സംയുക്താഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിയിൽ സംഘടിപ്പിച്ച ലോക മാതൃദിനാചരണ പരിപാടി ശ്രദ്ധേയമായി. ആശുപത്രിയുടെ ആഭിമുഖ്യത്തിൽ സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ സഹകരണത്തോടെയാണ് ദിനാചരണ പരിപാടി സംഘടിപ്പിച്ചത്. ആശുപത്രി കോൺഫറൻസ് ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങ് രമ്യ കൃഷ്ണ ഉദ്ഘാടനം ചെയ്തു. നമ്മൾ അതിൽ ഒതുങ്ങിക്കൂടാതെ നമ്മുടെ ആ ഒരു സഹനശക്തി ഉണ്ട് നമുക്ക്. നമ്മളിലൂടെയാണ് നമ്മുടെ കുടുംബം മുഴുവൻ കറങ്ങുന്നതെന്നുള്ള ഒരു ഉത്തമ ബോധ്യം നമുക്കുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് വെല്ലുവിളികൾ വന്നു കഴിഞ്ഞാലും നമുക്കത് സഹിച്ചു മുന്നേറാനുള്ള ഒരു കഴിവുണ്ട്. ഇതാണ് എല്ലാ അമ്മമാരെയും. M. വീണ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ KK ദീപ്തി, ബാലാമണിയമ്മ, സിജി ശിവൻ, VG കല, ഡോക്ടർ EV പുഷ്പകുമാരി, ഡോക്ടർ PK ബീന, ഡോക്ടർ KI ഷേർലി, K ലേഖ, കോംകിസ് മേരി, പ്രവീണ, ആശുപത്രി നഴ്സിംഗ് ഓഫീസർ ബിസ്മി സുനീർ, ഹെൽത്ത് ഇൻസ്പെക്ടർ S. ജയകൃഷ്ണൻ, ആശുപത്രി PRO രമ്യ എന്നിവർ സംസാരിച്ചു. ആശുപത്രി ഡെപ്യൂട്ടി സൂപ്രണ്ട് ഡോക്ടർ PS ശ്യാമമോൾ ചടങ്ങിന് സ്വാഗതവും വിശ്വരാജ് നന്ദിയും പറഞ്ഞു. യോഗത്തെ തുടർന്ന് ബാലാമണിയമ്മ, സിജി ശിവൻ എന്നിവരെ ചടങ്ങിൽ അനുമോദിച്ചു. ആസ്വാദക മനസ്സിൽ ഒരേ സമയം ചിരിയും ചിന്തയും പടർത്തിയ മാടൻ മോക്ഷം നാടകം തിങ്ങി നിറഞ്ഞ സദസ്സിനെ കീഴടക്കി. ആലപ്പുഴ ബീച്ചിൽ നടക്കുന്ന എന്റെ കേരളം പ്രദർശന വിപണന മേളയുടെ ഭാഗമായിട്ടാണ് പ്രത്യേകം സജ്ജീകരിച്ച വേദിയിൽ നാടകം അരങ്ങേറിയത്. ന്യൂസ് സ്റ്റാർ ന്യൂസ് തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ടിലേക്ക്. Hey!
പ്രേക്ഷക മനസ്സിൽ ആഴ്ന്നിറങ്ങി പ്രമോദ് വെളിയനാട് പ്രധാന വേഷത്തിലെത്തിയ നാടകം മാടൻ മോക്ഷം അക്ഷരാർത്ഥത്തിൽ സദസ്സിനെ കീഴടക്കി. രണ്ടാം LDF സർക്കാരിന്റെ 4ാം വാർഷികത്തിന്റെ ഭാഗമായി ആലപ്പുഴ ബീച്ചിൽ നടക്കുന്ന എൻ്റെ കേരളം പ്രദർശന വിപണന മേളയുടെ 3ാം ദിനമായ മെയ് 8-നാണ് ആലപ്പുഴ തീരം മരുതം തിയേറ്റർ ഗ്രൂപ്പിന്റെ മാടൻ മോക്ഷം പ്രധാന വേദിയിൽ പ്രത്യേകമൊരുക്കിയ വേദിയിൽ അരങ്ങേറിയത്. നേരത്തെ മികച്ച നാടകം, മികച്ച സംവിധായകൻ, മികച്ച നടൻ എന്നിങ്ങനെ 3 സംസ്ഥാന അവാർഡുകളടക്കം വാരിക്കൂട്ടിയ മാടൻ മോക്ഷം നാടകം എൻ്റെ കേരളം പ്രദർശന വിപണന മേളയ്ക്കെത്തിയ സഞ്ചാരികൾക്ക് പുതുമയാർന്ന ദൃശ്യാനുഭവമാണ് സമ്മാനിച്ചത്. ജോബ് മഠത്തിൽ സംവിധാനം ചെയ്ത നാടകത്തിന്റെ രചന രാജ്മോഹൻ നീലേശ്വരമാണ് നിർവഹിച്ചത്. B. ജയമോഹൻ രചിച്ച മാടൻ മോക്ഷം എന്ന നോവലിന്റെ ദൃശ്യാവിഷ്കാരത്തിന്റെ നേർക്കാഴ്ചയാണ് ഓരോ പ്രേക്ഷകർക്കും നാടകം സമ്മാനിക്കുന്നത്. ജയചന്ദ്രൻ തകഴിക്കാരൻ, ശിവൻ അയോധ്യ, സന്തോഷ് വർഗീസ്, ദീപക് ദീപു, ഋതുദേവ്, അയ്യപ്പൻ, അശ്വിൻ കൈരളി, സുനിത, അലീന, പ്രകാശ് ബാബു, വിവേക് വിപിൻ, KB അജയകുമാർ, ദിവ്യ തമ്പുരു, നിരഞ്ജൻ, നിഖിൽ തുടങ്ങിയവരാണ് മറ്റ് കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. MLA-മാരായ H. സലാം, PP ചിത്തരഞ്ജൻ, മുൻ MP അഡ്വക്കേറ്റ് AM ആരിഫ്, ചലച്ചിത്ര താരം അനൂപ് ചന്ദ്രൻ എന്നിവരും നിറഞ്ഞ സദസ്സിന്റെ ഭാഗമായി നാടകം ആസ്വദിക്കാനെത്തിയിരുന്നു. മാത്രമല്ല, ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും പുറത്തുനിന്നുമായി ആയിരക്കണക്കിന് ആളുകളാണ് എൻ്റെ കേരളം പ്രദർശന വിപണന മേള കാണാനും ദിനവും ആലപ്പുഴ ബീച്ചിലേക്ക് ഒഴുകിയെത്തുന്നത്. പ്രദർശന പവലിയനിൽ ഒരുക്കിയിരിക്കുന്ന ഓരോ സ്റ്റാളുകളും സസൂക്ഷ്മം വീക്ഷിച്ച് പ്രത്യേകം സജ്ജീകരിച്ചിരിക്കുന്ന തിയേറ്ററിൽ നിന്നും സിനിമയും കണ്ട് അവസാനം നാവിൽ കൊതിയൂറും രുചിവിഭവങ്ങളുടെ കലവറയുമായി നടത്തപ്പെടുന്ന ഭക്ഷ്യമേളയും ആസ്വദിച്ചാണ് സഞ്ചാരികളെല്ലാം തന്നെ മടങ്ങുന്നതെന്നത് മേളയുടെ വിജയമാണെന്നതിൽ സംശയമില്ല. ന്യൂസ് സ്റ്റാർ ന്യൂസ്, ആലപ്പുഴ. 4 ദിവസങ്ങളിലായി അമ്പലപ്പുഴയിൽ സംഘടിപ്പിച്ചു വന്നിരുന്ന കുഞ്ചൻ ദിനാചരണത്തിന് സമാപനമായി. അമ്പലപ്പുഴ MLA H. സലാം സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. 4 ദിവസങ്ങളിലായി അമ്പലപ്പുഴയിൽ നടന്ന കുഞ്ചൻ ദിനാചരണത്തിന് സമാപനമായി. അമ്പലപ്പുഴ MLA H. സലാം സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. അതിവിടെ എല്ലാവരും പറഞ്ഞതുപോലെ നമ്മുടെ അമ്പലപ്പുഴയ്ക്ക് ഒരു പ്രധാനപ്പെട്ട അഭിമാനകരമായൊരു സ്ഥാപനമായി തന്നെ നമ്പ്യാരുടെ ഈ സ്മാരകം നമുക്ക് നിർമ്മിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഇനി ബാക്കിയുള്ള ഭാഗം പൂർത്തിയാക്കാൻ നമുക്കുണ്ട്. അമ്പലപ്പുഴ ക്ഷേത്രത്തിൻ്റെ നടയിൽ തന്നെ ഇത്രയും മനോഹരമായ ഒരു സ്മാരകം നിശ്ചയമായും സർക്കാരിൻ്റെ സഹായത്തോടുകൂടി നിർമ്മിച്ച് അത് പൂർത്തിയാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഇവിടെ തൊഴിൽ കലാകാരന്മാർ തന്നെ പറഞ്ഞത് കേരളത്തിൽ ഇതുപോലെ നമ്പ്യാരുടെ പേരിൽ ഇതുപോലെ ഒരു സ്മാരകം വേറെ ഇല്ല എന്നുള്ളതാണ്. പ്രഭാരമാഷയുടെ വേദിയിൽ സംസാരിച്ചു. അത് നിശ്ചയമായി നമ്മുടെ ഭാഷാ സാഹിത്യത്തിൽ അല്ലെങ്കിൽ ആകെയുള്ള നമ്മുടെ മലയാള സാഹിത്യ രംഗത്ത് ഏറ്റവും ശ്രദ്ധേയനായിട്ടുള്ള ഒരു കവി, ഏറ്റവും ജനകീയനായ ഒരു കവി എന്നുള്ള നിലയിൽ 18ാം നൂറ്റാണ്ടിൽ ജീവിച്ച് ആ സമയത്ത് കുഞ്ചൻ നമ്പ്യാർ സ്മാരക ഓഡിറ്റോറിയത്തിൽ ചേർന്ന സമ്മേളനത്തിൽ സ്മാരക സമിതി ചെയർമാൻ പ്രൊഫസർ N. ഗോപിനാഥപിള്ള അധ്യക്ഷനായി. സ്മാരക സമിതി അംഗങ്ങളായ G. വേണുലാൽ, VS മായാദേവി, മുഞ്ഞനാട് രാമചന്ദ്രൻ, സുജാത കരുമാടി, മായ സുരേഷ്, സജു പാർത്ഥസാരഥി, A. രമണൻ, KP പ്രീതി, കുമാരി വിജയ എന്നിവർ സംസാരിച്ചു. സ്മാരക സമിതി സെക്രട്ടറി S. പ്രദീപ് ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. സമാപന ദിവസം അധികാര വിമർശനം നമ്പ്യാർ കൃതികളിൽ എന്ന പേരിൽ നടത്തിയ തുള്ളൽ സെമിനാർ കലാമണ്ഡലം പ്രഭാകരനും ഉദ്ഘാടനം ചെയ്തു. സ്മാരക സമിതി അംഗം രാജാ ശ്രീകുമാർ വർമ്മ മോഡറേറ്ററായി. കലാമണ്ഡലം നിഖിൽ മലയാലപ്പുഴ, തകഴി സ്മാരക സമിതി സെക്രട്ടറി KB അജയകുമാർ, കുഞ്ചൻ നമ്പ്യാർ സ്മാരക സമിതി അംഗങ്ങളായ അമ്പലപ്പുഴ സുരേഷ് വർമ്മ, NS ഗോപാലകൃഷ്ണൻ, സെക്രട്ടറി S. പ്രദീപ് എന്നിവർ സംസാരിച്ചു. സ്മാരക സമിതി വൈസ് ചെയർമാൻ A. ഓമനക്കുട്ടൻ ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. സമ്മേളനത്തിനു ശേഷം അമ്പലപ്പുഴ സാരഥിയുടെ 2 ദിവസം എന്ന നാടകവും നിഖിൽ മലയാലപ്പുഴയുടെ ഓട്ടൻതുള്ളലും വേദിയിൽ അരങ്ങേറി. വിവാഹിതരായ പെൺമക്കളെ മാതാപിതാക്കൾ ചേർത്ത് നിർത്തണമെന്ന് ദലീമ ജോജോ MLA അഭിപ്രായപ്പെട്ടു. സ്ത്രീകളിൽ വർദ്ധിച്ചു വരുന്ന ആത്മഹത്യാ പ്രവണതയും പരിഹാര സാധ്യതകളും വിഷയത്തിൽ സംഘടിപ്പിച്ച സെമിനാറിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു MLA. പെൺമക്കൾ വിവാഹിതരായാലും അവരെ എപ്പോഴും ചേർത്ത് പിടിക്കുന്ന സമീപനം മാതാപിതാക്കൾ കൈക്കൊള്ളണമെന്ന് ദലീമ ജോജോ MLA അഭിപ്രായപ്പെട്ടു.
ആലപ്പുഴ ബീച്ചിൽ നടക്കുന്ന എന്റെ കേരളം പ്രദർശന വിപണന മേളയിൽ സ്ത്രീകളിൽ വർദ്ധിച്ചു വരുന്ന ആത്മഹത്യാ പ്രവണതയും പരിഹാര സാധ്യതകളും എന്ന വിഷയത്തിൽ വനിതാ ശിശു വികസന വകുപ്പ് സംഘടിപ്പിച്ച സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MLA. ഇല്ലെന്നല്ല, ചെറുപ്പക്കാരായിട്ടുള്ള കുട്ടികൾ നമ്മളിപ്പോൾ ഇന്നിപ്പോൾ MLA ആയിട്ട് ഇപ്പോൾ നടക്കുമ്പോൾ അല്ലെങ്കിൽ ജനപ്രതിനിധിയാകുമ്പോൾ നമ്മളെന്നും കാണുന്ന കാഴ്ചകൾ ഇന്ന് ചെറുപ്രായത്തിൽ തന്നെ പല ആത്മഹത്യകളും നമ്മൾ കാണേണ്ടതായിട്ട് വരികയാണ്. ഒരുപക്ഷെ താങ്ങാൻ പറ്റാത്ത ഭാരമായിരിക്കാം അവരെ ഇതിലേക്ക് നയിക്കുന്നത്. കാരണം മരണം നമ്മളാരും ആഗ്രഹിക്കുന്നതല്ല, നമ്മളാരും മരിക്കുവാൻ ആഗ്രഹിക്കുന്നവരല്ല. നമ്മളെന്നും ഈ ഭൂമിയിൽ സന്തോഷവാന്മാരായിട്ട് ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നവരാണ്. ഒരുപക്ഷെ നമ്മുടെ കുടുംബജീവിതത്തിൻ്റെ ശിഥിലതയാവാം നമ്മളെ ഇതുപോലെയുള്ള പ്രവണതയിലേക്ക്, ആത്മഹത്യ പോലെയുള്ള പ്രവണതയിലേക്ക്. ആത്മഹത്യ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ ഏറ്റവും ദയനീയമായ അവസ്ഥയാണ്. ആ അവസ്ഥയിലേക്ക് നമ്മളെ കടത്തുന്നത് നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ ദുഃഖം, ഏറ്റവും വലിയ വിഷമതകളിൽ സംഭവിച്ചു പോകുന്നതാണ്. അതിന് കാരണം നമ്മുടെ കുടുംബ ബന്ധങ്ങളിലുള്ള ശിഥിലത തന്നെയാണ്. കുടുംബ ബന്ധങ്ങൾ ഇന്ന് വളരെയധികം വിവാഹിതരായ പെൺമക്കളെ മറ്റൊരു കുടുംബാംഗമായി കണക്കാക്കി മാതാപിതാക്കൾ അകറ്റി നിർത്തുന്നത് ഗാർഹിക പീഡനങ്ങൾ വർദ്ധിക്കുന്നതിനും ആത്മഹത്യകൾക്കും കാരണമാകും. പെൺമക്കളെ ഭാരമായി കാണാതെ അവരെ ഹൃദയത്തോട് ചേർത്ത് നിർത്തണമെന്നും MLA കൂട്ടിച്ചേർത്തു. ഡോക്ടർ പൂർണിമ വിഷയം അവതരിപ്പിച്ചു. പാനൽ ചർച്ചയിൽ നഗരസഭാംഗം സൗമ്യരാജ്, അഡ്വക്കേറ്റ് ശ്രീജേഷ്, സിതാര അഭിലാഷ്, S ഉഷ, PT ലിജിമോൾ എന്നിവർ പങ്കെടുത്തു. സ്ത്രീകളിലെ ആത്മഹത്യാ പ്രവണതയുടെ കാരണങ്ങളെക്കുറിച്ചുള്ള ചോദ്യോത്തര സെഷനും സെമിനാറിൽ നടത്തിയിരുന്നു. ന്യൂസ് സ്റ്റാർ ന്യൂസ്, ആലപ്പുഴ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. എന്റെ കേരളം പരിപാടിയുടെ ഭാഗമായി വയോജനങ്ങൾക്കായി സംഘടിപ്പിച്ച സ്മൈൽ ദന്തൽ ക്ലിനിക്, വയോമിത്രം ക്ലിനിക് എന്നിവയുടെ ഉദ്ഘാടനം അമ്പലപ്പുഴ MLA H സലാം നിർവഹിച്ചു. ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിയിൽ സംഘടിപ്പിച്ച ലോക മാതൃദിനാചരണ പരിപാടി ശ്രദ്ധേയമായി. ആശുപത്രിയുടെയും സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെയും സംയുക്താഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ആസ്വാദക മനസ്സിൽ ഒരേ സമയം ചിരിയും ചിന്തയും പടർത്തിയ മാടൻ മോക്ഷം നാടകം തിങ്ങി നിറഞ്ഞ സദസ്സിനെ കീഴടക്കി. ആലപ്പുഴ ബീച്ചിൽ നടക്കുന്ന എന്റെ കേരളം പ്രദർശന വിപണന മേളയുടെ ഭാഗമായിട്ടാണ് പ്രത്യേകം സജ്ജീകരിച്ച വേദിയിൽ നാടകം അരങ്ങേറിയത്. 4 ദിവസങ്ങളിലായി അമ്പലപ്പുഴയിൽ സംഘടിപ്പിച്ചു വന്നിരുന്ന കുഞ്ചൻ ദിനാചരണത്തിന് സമാപനമായി. അമ്പലപ്പുഴ MLA H സലാം സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. വിവാഹിതരായ പെൺമക്കളെ മാതാപിതാക്കൾ ചേർത്ത് നിർത്തണമെന്ന് ദലീമ ജോജോ MLA. സ്ത്രീകളിൽ വർദ്ധിച്ചു വരുന്ന ആത്മഹത്യാ പ്രവണതയും പരിഹാര സാധ്യതകളും വിഷയത്തിൽ സംഘടിപ്പിച്ച സെമിനാറിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അവർ. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.